കൊളീഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ. രണ്ട് വസ്തുക്കൾ കൊളൈഡ് ചെയ്യുന്നു. കൊളീഷന് ശേഷം അവ മൂവ് ചെയ്യുകയാണ് വേറെ വേറെ. കൊളീഷന് ശേഷമുള്ള വസ്തുക്കളുടെ അവസ്ഥകളാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. കൊളീഷന് മുമ്പുള്ള മൊമെന്റം P1 = m1 u1. ആദ്യത്തെ വസ്തുവിന്റെ മാസാണ് m1. ആദ്യത്തെ വസ്തുവിന്റെ വെലോസിറ്റിയാണ് u1. കൊളീഷന് മുമ്പ് രണ്ടാമത്തെ വസ്തുവിന്റെ മാസ് m2, വെലോസിറ്റി u2 ആണ്. അവ കൊളീഷൻ നടത്തുന്നു. കൊളീഷന് ശേഷം ആദ്യത്തെ വസ്തുവിന്റെ വെലോസിറ്റി v1 ആയിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ മൊമെന്റം P1' = m1 v1. രണ്ടാമത്തെ വസ്തുവിന്റെ വെലോസിറ്റി v2 ആയിട്ട് മാറുന്നു. നേരത്തെ അത് u2 ആയിരുന്നു, കൊളീഷന് ശേഷം അത് v2 ആയിട്ട് മാറുന്നു. അപ്പൊ P2' = m2 v2. ഇങ്ങനെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്ന, മാഗ്നിറ്റ്യൂഡിലോ ഡിറക്ഷനിലോ ചേഞ്ച് വരുന്ന എന്തും കൊളീഷനാണ്. ഒരു വസ്തുവിന്റെ മോഷൻ കാരണം മറ്റൊരു വസ്തുവിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ ഡിറക്ഷന് ചേഞ്ച് വരുന്നു. അതൊക്കെ ആണ് ഫിസിക്സിലെ കൊളീഷൻ എന്ന് പറയുക. ഡയറക്റ്റ് ആയിട്ട് കൂട്ടിമുട്ടണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയാം ഇതൊരു ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെന്റം കൺസേർവ്ഡ് ആണ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. ഇതിന്റെ കാര്യത്തിലേക്ക് വരാൻ നമ്മൾ കണ്ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം m1 u1 + m2 u2 = m1 v1 + m2 v2. അതിൽ നിന്ന് m1 ഉള്ള ഭാഗം എല്ലാം ഒരു ഭാഗത്തെടുക്കുന്നു. ഇവിടെ m1 u1 എന്ന് പറഞ്ഞ ടേം വലത് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. m1 u1 എന്ന് പറഞ്ഞ ഭാഗം വലത് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. m2 v2 എന്ന് പറഞ്ഞ m2 ഉള്ള ഭാഗം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. m1 v1 ഇവിടെ ഉണ്ട്, മൈനസ് m1 u1 ഇത് അപ്പുറം ചെല്ലുമ്പോൾ മൈനസ് ആയിട്ട് മാറും. = m2 v2. ഇത് m2 u2 ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇത് ഈ m2 v2 ഇപ്പുറം വരുമ്പോൾ മൈനസ് m2 v2 എന്നാകും. m1 നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു ആദ്യത്തെ ടേമിൽ നിന്ന്. m1 നമ്മൾ ആദ്യത്തെ ടേമിൽ നിന്ന് കോമൺ ആയിട്ട് വെളിയിലെടുക്കുന്നു. ഇപ്പൊ m1 വെളിയിലെടുത്തു കഴിഞ്ഞാൽ m1 × v1 - u1 അങ്ങനെ വരും. v1 - u1. m2നെ കോമൺ ആയിട്ട് നമ്മൾ വെളിയിലെടുക്കുന്നു. m2നെ അങ്ങനെ വെളിയിലെടുത്തു കഴിഞ്ഞാൽ m2 × u2 - v2 അങ്ങനെ ആവും. അതാണ് ഇക്വേഷൻ 1. നമുക്ക് ലോ ഓഫ് കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ് ഈ കേസിൽ. അതുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി വെച്ചിട്ട് half m1 v1² + half m2 v2² kinetic energy after collision is equal to kinetic energy before collision half m1 u1² + half m2 u2². ഇതിനകത്തെല്ലാം ഹാഫ് ഉണ്ട്. ആ ഹാഫ് എല്ലാം പരസ്പരം ക്യാൻസൽ ആയി പോകുന്നു. ഒന്നെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഹാഫ് കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി m1 ഉള്ള ടേംസ് എല്ലാം ഒരു സൈഡിൽ ഇടുന്നു, m1 v1². ഇനി ഇതിനകത്ത് m1 ഉള്ളത് ഈ m1 u1² ആണ്. അത് അപ്പുറത്തോട്ട് ചെല്ലുന്നു. അങ്ങനെ അപ്പുറത്തോട്ട് ചെന്നാണ് -m1 u1² ആയത്. ഇനി ഇപ്പുറത്തെ സൈഡ് m2 u2² ഉള്ളൂ. m2 u2². ഇത് ഇവിടെയുള്ള +m2 u2² ഇപ്പുറത്തോട്ട് വരും. അത് -m2 v2² ആവും. ഇനി നമ്മൾ m1 ഇതിനകത്ത് പുറത്തെടുക്കുന്നു. അപ്പം m1 പുറത്തെടുക്കുമ്പോൾ m1 × v1² - u1² എന്ന് വരും. = m2നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വെളിയിലെടുക്കുന്നു. m2 × u2² - v2² അങ്ങനെ വരുന്നു. m1 × v1² - u1² = m2 × v2² u2² - v2² അങ്ങനെ കിട്ടുന്നു. നമ്മളിതിനെ ഫാക്ടറൈസ് ചെയ്യുന്നു. a² - b². നമുക്കറിയാം a - b × a + b ആണ്. ഇപ്പൊ m1 × v1 + u1 × v1 - u1 = m2 × u2 + v2 × u2 - v2 അങ്ങനെ ഇക്വേഷൻ 2 കിട്ടും. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കിട്ടി. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇങ്ങനെ കിട്ടുന്ന ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെ ഈ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇക്വേഷൻ 2ൽ m1 ഉണ്ട്. m1 ക്യാൻസൽ ആവും. v1 - u1 ഉണ്ട്, അതും ക്യാൻസൽ ആവും. ഇനി ഇക്വേഷൻ 1ന്റെ റൈറ്റ് സൈഡിൽ m2 ഉണ്ട്, 2ലും m2 ഉണ്ട്, m2/m2. ഇക്വേഷൻ 2ന്റെ റൈറ്റ് സൈഡിൽ u2 - v2 ഉണ്ട്, ഇക്വേഷൻ 1ലും അതുണ്ട്, രണ്ടും ക്യാൻസൽ ആവും. മിച്ചം ഇത്ര കാണുള്ളൂ, v1 + u1 = u2 + v2. v1 + u1 = u2 + v2.
v1 പ്ലസ് u1 ഇസ് ഈക്വൽ ടു u2 പ്ലസ് v2. അപ്പം നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം v2 ഇപ്പുറത്തോട്ട് പോരട്ടെ, v1 മൈനസ് v2 ഇസ് ഈക്വൽ ടു u1 ഇപ്പുറത്തോട്ട് പോരട്ടെ, u2 മൈനസ് u1 എന്ന് വരും. u2 മൈനസ് u1, ഒരു മൈനസ് വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഈ മൈനസ് വെളിയിലോട്ട് പോരും. അപ്പൊ u1 പ്ലസ് ആവും. ഇനി u2 നിന്ന് മൈനസ് വന്നാൽ പ്ലസ് u2 നിന്ന് മൈനസ് വന്നാൽ മൈനസ് u2 മൈനസ് u2. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണെന്ന് നിങ്ങൾക്കറിയാം, പ്ലസ്. അപ്പം അങ്ങനെയാണ് മൈനസ് u1 മൈനസ് u2 എന്ന് വന്നത്, മൈനസ് ഓഫ് u1 മൈനസ് u2. അതിന് ഇക്വേഷൻ എ എന്നാണ് വിളിച്ചേക്കുന്നത്. ഇപ്പോൾ v1 മൈനസ് v2 എന്ന് പറഞ്ഞത് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എഴുതി ചേർക്കണം. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞായിരുന്നു, റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് u1 മൈനസ് u2. നമുക്കറിയാം റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. ഒരു കൊളീഷനകത്ത്, ഒരു ഇലാസ്റ്റിക് കൊളീഷനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനാണ്. കൊളീഷന് മുമ്പുള്ള റിലേറ്റീവ് വെലോസിറ്റിയും കൊളീഷന് ശേഷമുള്ള റിലേറ്റീവ് വെലോസിറ്റി സെയിം ആയിരിക്കും, പക്ഷെ രണ്ടിൻ്റെയും ദിശ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് മൈനസ്. ആ റിലേറ്റീവ് വെലോസിറ്റികളുടെ ദിശ ഓപ്പോസിറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് വരുന്നത്. റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് മാഗ്നിറ്റ്യൂഡ് എടുത്ത് നമുക്ക് പറയാം. അപ്പോൾ v1 മൈനസ് v2 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് u1 മൈനസ് u2. അങ്ങനെ നമുക്ക് എഴുതാം. അതൊരു ഭാഗം. ഇനി അടുത്തായിട്ട് നമുക്ക് കാണേണ്ടത് v1 എത്രയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. v1 എത്രയാണെന്ന് നമുക്ക് കാണണം. അപ്പോൾ ഈ മുകളിലത്തെ ഇക്വേഷനിൽ നിന്ന് ഏത് ഇക്വേഷനിൽ നിന്ന്? മുകളിലത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷനകത്തുനിന്ന് നമ്മൾ v2നെ മാറ്റുന്നു, v2നെ എടുക്കുന്നു. v2 ഈസ് ഈക്വൽ ടു ഇതിന്റെ ഈ u2 അപ്പുറത്തോട്ട് പോയാൽ മതി, u2 അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ മതി. നമുക്ക് കിട്ടും v1 പ്ലസ് u1 മൈനസ് u2 എന്ന് കിട്ടും. v1 പ്ലസ് u1 മൈനസ് u2 അങ്ങനെ കിട്ടും. v2 ഈസ് ഈക്വൽ ടു u2 അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ മതി, u2 അപ്പുറത്തോട്ട് പോയാൽ മതി. നമുക്ക് കിട്ടും v1 പ്ലസ് u1 മൈനസ് u2 ഫ്രം ദ എബവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. ഫ്രം ദ എബവ് ഇക്വേഷൻ, എബവ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഇക്വേഷനാണ്. v1 പ്ലസ് u1 ഇസ് ഈക്വൽ ടു u2 പ്ലസ് v2. അതിൽ നമ്മൾ v2നെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, v2 എടുക്കുന്നു. അതിനുവേണ്ടി u2 അപ്പുറത്തോട്ട് പോകണം. അപ്പം u2 അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് v1 പ്ലസ് u1 മൈനസ് u2 ഇസ് ഈക്വൽ ടു v2 എന്നാവും. അപ്പോൾ v2 അതാണ്. ഇപ്പം നമ്മുടെ ഇക്വേഷൻ 1ലേക്ക് അതിനെ കൊടുക്കുന്നു. എന്താ ഇക്വേഷൻ 1? പുട്ടിങ് ഇറ്റ് ഇൻ ഇക്വേഷൻ 1. ആ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം വഴി നമുക്ക് കിട്ടിയതാണ്. m1 ഇൻറ്റു v1 മൈനസ് u1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു u2 പ്ലസ് u2 മൈനസ് v2. m1 ഇൻറ്റു v1 മൈനസ് u1 ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു u2 മൈനസ് v2. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിൽ v2 എന്താണെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മളിപ്പോൾ v2 കണ്ടുപിടിച്ചു. ആ v2നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ v2നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാവും? m1 ഇൻറ്റു v1 മൈനസ് u1 ഇസ് ഈക്വൽ ടു ഈ ടേം അതേപടി ഇങ്ങോട്ട് വരും. m1 ഇൻറ്റു v1 മൈനസ് u1 ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു u2 മൈനസ് ഇവിടെയുണ്ട് മൈനസ്. ഇനി v2ന് പകരം ഈ ടൈം ഉപയോഗിക്കുന്നു. നമ്മൾ കണ്ടുപിടിച്ച v2ന്റെ വാല്യൂ ഉപയോഗിക്കുന്നു. v1 പ്ലസ് u1 മൈനസ് u2. v2 എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. v1 പ്ലസ് u1 മൈനസ് u2 അതാണ് v2. അതാണ് v2. ഇത് മൈനസ് v1 പ്ലസ് u1 മൈനസ് u2. നമുക്ക് കിട്ടും അടുത്ത ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. m1 ഇൻറ്റു v1 മൈനസ് u1. ഇത് അതേപടി ഇങ്ങനെ. ഇനി m2 ഇൻറ്റു ഇവിടെ u2 ഉണ്ട്. ഇനി അടുത്ത് മൈനസ് ഓഫ് v1. നമുക്കറിയാം മൈനസ് v1. ഇനി മൈനസ് ഓഫ് u1
അത് മൈനസ് u1. ഇനി മൈനസ് ഓഫ് മൈനസ് u2 മൈനസ് ഓഫ് മൈനസ് u2 പ്ലസ് u2. അങ്ങനെ സിംപ്ലിഫൈഡ് ആവും. ഇനി നമുക്കറിയാം u2 പ്ലസ് u2 അത് 2u2 ആണ്. u2 പ്ലസ് u2 2u2 ആണ്. അപ്പൊ നമുക്കിനി ഇങ്ങനെ എഴുതാം m1 ഇങ്ങനെ എഴുതാം m1 ഇൻറ്റു v1 മൈനസ് u1 ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു u2 കൂടെ കൂട്ടി 2u2 പിന്നെ ഒരു മൈനസ് v1 പിന്നെ ഒരു മൈനസ് u1. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഈ സ്റ്റെപ്പിനെ ഇവിടെ ഈ സ്റ്റെപ്പിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ആണ്. നമ്മൾ m1നെ v1 കൊണ്ട് ഗുണിക്കുന്നു, നമുക്ക് കിട്ടും m1 v1 m1 ഇൻറ്റു v1 m1 v1. ഇനി m1 ഇൻറ്റു മൈനസ് u1 മൈനസ് m1 u1 ഇവിടെ വന്നു. ഇനി m2 ഇൻറ്റു 2u2 2m2 u2. ഇനി m2 ഇൻറ്റു മൈനസ് v1 മൈനസ് m2 v1. ഇനി m2 ഇൻറ്റു മൈനസ് u1 മൈനസ് m2 u1. അങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇനി അടുത്തായിട്ട് m1 v1 ഉള്ള ടൈം നമുക്ക് v1 ആണ് വേണ്ടത്. v1 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ v1 ഉള്ള ടൈം ഇതാണ്. ഒന്ന് m1 v1 ഇപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട്. രണ്ടാമതായിട്ട് മൈനസ് m2 v1 ഇവിടെയും കിടപ്പുണ്ട്, അപ്പുറത്തെ സൈഡിലും കിടപ്പുണ്ട്, വലത് സൈഡിലും കിടപ്പുണ്ട്. അപ്പോൾ v1 ഉള്ള ടൈംസ് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ എടുക്കുന്നു. m1 v1 ഇനി മൈനസ് m2 v1 ഇപ്പുറത്തോട്ട് വരുന്നു, ഇപ്പുറത്തെ സൈഡിലേക്ക്. അപ്പം പ്ലസ് m2 v1 ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് m1 u1 അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. മൈനസ് m1 u1 ഇവിടെ കിടക്കുന്ന ഈ മൈനസ് m1 u1 അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ അത് പ്ലസ് m1 u1 ആകും. ഇപ്പുറത്തെ സൈഡിൽ ഒരു 2m2 u2 ഉണ്ട്, ഇത് 2m2 u2. പിന്നെ ഇവിടെ ഒരു മൈനസ് m2 u1 ഉണ്ട്, മൈനസ് m2 u1 കൂടെ ഉണ്ട്. അപ്പൊ ഈ v1 ഉള്ള ടൈമെല്ലാം ഒന്നിച്ചെടുക്കുന്നു. m1 v1 ഇങ്ങോട്ട് വന്നു. ഇനി മൈനസ് m2 v1 ഇവിടെയുണ്ട്, മൈനസ് m2 v1 ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് m2 v1 അത് ഇപ്പുറത്തോട്ട് വരുന്നു. ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് പ്ലസ് m2 v1 ആയിട്ട് മാറും, പ്ലസ് m2 v1 ആയിട്ട് മാറും. ഇനി ഇപ്പുറത്തെ സൈഡിൽ 2m2 u2 ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു മൈനസ് m2 u1 അതും ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഇപ്പുറമുള്ള ഒരു മൈനസ് m1 u1 ആണ്, അത് അപ്പുറത്തെ സൈഡിലേക്ക് പോകും. കാരണം നമുക്ക് വേണ്ടത് v1 ആണ്, അത് പ്ലസ് m1 u1 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. m1 v1 പ്ലസ് m2 v1 ഈസ് ഈക്വൽ ടു m1 u1 മൈനസ് m2 u1 പ്ലസ് 2m2 u2. ഇനി m1 ഇവിടെ v1 കോമൺ ആണ്, ആ v1 നമുക്ക് വെളിയിലെടുക്കാം. അപ്പൊ നമുക്ക് കിട്ടും m1 v1 നിന്ന് v1 വെളിയിലെടുത്തു, അപ്പൊ നമുക്ക് കിട്ടും m1. m2 v1 നിന്ന് v1 വെളിയിലെടുത്തു, നമുക്ക് കിട്ടും v1. അപ്പൊ നമുക്ക് ആദ്യത്തെ ടൈം ഇങ്ങനെ കിട്ടും. v1 ഇൻറ്റു m1 പ്ലസ് m2 v1 ഇൻറ്റു m1 പ്ലസ് m2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ v1 ഇൻറ്റു m1 പ്ലസ് m2 v1 കോമൺ ആണ്, നമുക്ക് v1 ആണ് വേണ്ടത്, v1 കോമൺ ആണ്. അപ്പൊ m1 v1 വെളിയിലോട്ട് എടുത്തു, അപ്പൊ നമുക്ക് കിട്ടും v1 ഇൻറ്റു m1 പ്ലസ് m2. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും u1 കോമൺ ആണ്. ആദ്യത്തെ രണ്ട് ടൈമിൽ u1 കോമൺ ആണ്. അപ്പൊ ആ u1നെ വെളിയിലോട്ട് എടുത്തു, ഇങ്ങനെ വെളിയിലോട്ട് എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടൈമിൽ മിച്ച m1 ആണ്, ഈ m1. രണ്ടാമത്തെ ടൈമിൽ മൈനസ് m2 u1 വെളിയിലെടുത്ത. അപ്പൊ നമുക്ക് m1 മൈനസ് m2 ഇൻറ്റു u1 ആദ്യത്തെ രണ്ട് ടൈമിൽ നിന്ന്. പിന്നെ രണ്ടാമത്തെ ടൈം പ്ലസ് 2m2 u2 അപ്പൊ നമുക്ക് v1 ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. v1 ഈസ് ഈക്വൽ ടു ഈ m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൊത്തത്തിനെ m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൊത്തം എല്ലാ ടൈമിനെ m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ 3 ടൈമാ ഉള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള v1 ഇൻറ്റു m1 പ്ലസ് m2 ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ടൈംസ് ഉണ്ട്. ആദ്യത്തേത് m1 മൈനസ് m2 ഇൻറ്റു u1 പ്ലസ് രണ്ടാമത്തേത് 2m2 u2. അപ്പോൾ m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യത്തിനകത്ത് നമുക്കറിയാം ഇവിടെ m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്ത m1 പ്ലസ് m2 കൊണ്ട് ഡിവൈഡ് ചെയ്ത m1 പ്ലസ് m2 വെട്ടിപ്പോവും.
അപ്പോൾ നമുക്ക് V1 കിട്ടും. ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ M1 + M2 ഇവിടെ വരും, അത് അവിടെ തന്നെ കിടക്കും. അപ്പോൾ ആ ടൈം നമുക്ക് ഇങ്ങനെ കിട്ടും, M1 - M2 / M1 + M2 × U1. ഇനി ഇപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും M1 + M2 എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2M2 / M1 + M2 × U2 അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് V1 എഴുതാം. V1 = M1 - M2 / M1 + M2 U1 plus 2M2 / M1 + M2 × U2. ഇപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് നിങ്ങൾ ബൈഹാർട്ടാക്കി വെക്കണം. ഫൈനൽ എക്സ്പ്രഷൻ ബൈഹാർട്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. ചോദ്യം ചോദിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ചിലപ്പോഴാണെങ്കിൽ ഈ ഫൈനൽ എക്സ്പ്രഷൻ ചോദിക്കും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ ആദ്യമേ ബൈഹാർട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പഠിക്കാൻ എളുപ്പമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ V1 കണ്ടുപിടിക്കുന്നു. ഈ ഇക്വേഷനകത്ത് നമ്മൾ V1 കണ്ടുപിടിക്കുന്നു. M1 + M2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി മുഴുവനെ, അല്ലെങ്കിൽ ഈ M1 + M2 ഇവിടെ ഗുണിച്ചേക്കുന്ന M1 + M2 കൊണ്ട് ഇപ്പുറത്തെ രണ്ട് ടൈമിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും V1 = M1 - M2 / M1 + M2 × U1 plus 2M2 / M1 + M2 × U2. അതാണ് കൊളീഷന് ശേഷമുള്ള ആദ്യത്തെ വസ്തുവിന്റെ വെലോസിറ്റി എന്ന് പറയുക. കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് കിട്ടിയ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഈ ഇക്വേഷനകത്തുനിന്ന് V2 എടുക്കണം. V2 എടുത്തിട്ട് ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇക്വേഷൻ 1ലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. പഠിക്കുമ്പോൾ ഈ എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്യണമെന്നില്ല. പഠിക്കുമ്പോൾ എല്ലാ സ്റ്റെപ്പും ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി, ഇങ്ങനെ കിട്ടുമെന്ന്. ഈ സ്റ്റെപ്പ് എടുത്ത് അതിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് എഴുതാം. ഇങ്ങനെ 4 സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, ഈ ഫോർമുല പറ്റുമെങ്കിൽ ഈ സ്റ്റെപ്പ് കൂടെ, ഇത്രയും സ്റ്റെപ്പ് കൃത്യമായിട്ട്. പിന്നെ ഉള്ളത് സിംപ്ലിഫിക്കേഷൻ ആണ്, 5 സ്റ്റെപ്പ്. ആ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എല്ലാം എഴുതി വെക്കണം. എഴുതി വെച്ച് പഠിക്കണം. ആദ്യം പഠിച്ചിട്ട് വേണം എഴുതി നോക്കാൻ. അങ്ങനെ പഠിച്ചിട്ട് എഴുതി നോക്കിയാൽ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് ചുമ്മാ അങ്ങ് എഴുതി നോക്കിയാൽ മതി. എവിടെയാണ് നമുക്ക് മിസ്സാവുന്നത് ആ ഭാഗം വീണ്ടും എടുത്ത് ഒന്നുകൂടെ വായിച്ചു പഠിക്കുക. അപ്പൊ ഇതാണ് കൊളീഷന് ശേഷമുള്ള ഒന്നാമത്തെ ബോഡിയുടെ സ്പീഡ്. അതിതാണ് V1 = M1 - M2 / M1 + M2 × U1 plus 2M2 / M1 + M2 × U2. എന്നാലും നമുക്ക് ഇനി V2 കണ്ടുപിടിക്കാം. V2 = ഇതുപോലെ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ V2 കണ്ടുപിടിക്കാൻ വേണ്ടി V1 ആണ് ആദ്യം എടുക്കുക. V2 കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ആദ്യം V1 എടുക്കും. ആ V1 ഇക്വേഷൻ 1ലേക്ക് കൊടുക്കും. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യും V2 വേണ്ടി. V2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് V1 ആണ് എടുക്കുക. V1 എടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ 1ലേക്ക് കൊടുക്കും. ആ കിട്ടുന്ന V1 ഇക്വേഷൻ 1ലേക്ക് കൊടുക്കും. ഇക്വേഷൻ 1ലേക്ക് കൊടുത്ത് നമ്മൾ V2 വേണ്ടി സോൾവ് ചെയ്യും. അപ്പൊ V2 നമുക്ക് എങ്ങനെ കിട്ടും? V1 നിന്ന് V2 ആകുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 2 ആയി എന്നുള്ളതാണ്. V1 നിന്ന് നമ്മൾ V2 എഴുതിയപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 1 2 ആയി. V2 ഉണ്ടോ, ഇവിടെയുള്ള ഈ 1 2 ആയിട്ട് മാറി. അപ്പൊ 1നെ 2 ആക്കുവാണെങ്കിൽ, V1ലുള്ള 1നെ എല്ലാം 2 ആക്കുവാണെങ്കിൽ നമുക്ക് V2 കിട്ടും. 1 2 ആകുവാണെങ്കിൽ V2 = 1 2 ആയി. M2 - 2 1 ആയി. M1 / 1 2 ആയി. M2 + M1. U1 എന്നുള്ളത് U2 ആകും. 1 എന്നുള്ളത് 2 ആയി. പ്ലസ് 2M2 എന്നുള്ളത് 2 1 ആയി. 2M1 / M1 എന്നുള്ളത് M2 പ്ലസ് M2 എന്നുള്ളത് 2 എന്നുള്ളത് 1, U2 എന്നുള്ളത് U1. അപ്പോൾ V2 = M2 - M1 / M2 + M1 U2 പ്ലസ് 2M1 / M2 + M1 U1 അങ്ങനെ കിട്ടി. അപ്പോൾ V2 = 2M1 / M1 + M2 × U1. U1 ഉള്ള ടേം ആദ്യം എഴുതിയെന്നുള്ളൂ. ശരിക്കും V1 ആണ്. V1ലുള്ള 1 എല്ലാം 2 ആയി, 2 എല്ലാം 1 ആയി. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ V2ന്റെ ഫോർമുല എഴുതാം. ഇപ്പൊ 2M2 എന്ന് നേരത്തെ ഉണ്ടായിരുന്നത് 2M1 ആയിട്ട് മാറി. 2M1 / M1 + M2, അതായത് M2 + M1 ഉം M1 + M2 ഉം കൂട്ടുമ്പോൾ ഒന്ന് തന്നെ × U1. ആ രണ്ടാമത്തെ ടേമാണിത്. ഇത് ആദ്യത്തെ ടേം. അത് M2 - M1 / M1 + M2 × U2. അങ്ങനെ നമുക്ക് V2 എഴുതാം. അപ്പൊ V1 ഉം V2 ഉം ആദ്യം തന്നെ ബൈഹാർട്ടായിട്ട് പഠിക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ V2 എടുത്ത് നമ്മൾ സോൾവ് ചെയ്താൽ V1 = M1 - M2 / M1 + M2 × U1 plus 2M2 / M1 + M2 × U2 നമുക്ക് കിട്ടും. അത് വെച്ച് തന്നെ നമുക്ക് V2 എഴുതാം. V2 = 2M1
ടു m1 m2 എന്നുള്ളത് m1 ആയിട്ട് മാറും. 2m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2 എന്നുള്ള u1 ആയിട്ട് മാറും. ഇൻറ്റു u1 പ്ലസ് m2 മൈനസ് m1 മൈനസ് m2 എന്നുള്ള v1ലുള്ളത് m2 മൈനസ് m1 എന്നായിട്ട് മാറും. ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2 അങ്ങനെയായിട്ട് മാറും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 2ന് മാത്രം ഒരു വ്യത്യാസവും ഇല്ല. ഇത് സഫിക്സ് ആയിട്ട് വരുന്ന എമ്മിനും യുവിനും തിരിച്ചറിയൽ ആയിട്ട് വരുന്ന 1ഉം 2ഉം ആണ് മാറുക എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പം അങ്ങനെ നമുക്ക് കിട്ടും v1ഉം v2ഉം. v1 എന്ന് പറഞ്ഞത് m1 മൈനസ് m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2. ഇനി v1 ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് v2 എഴുതാം. അത് v2 ഇസ് ഈക്വൽ ടു 2m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 പ്ലസ് m2 മൈനസ് m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2. അങ്ങനെ നമുക്ക് എഴുതാം. ഇതാണ് v1ഉം v2ഉം. v1 ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2. v2 is equal to 2m1 by m1 plus m2 into u1 plus m2 minus m1 by m1 plus m2 into u2. അങ്ങനെയാണ്. ഇതിന് ചില സ്പെഷ്യൽ കേസസ് ഉണ്ട്. രണ്ടിന്റെയും മാസ് ഈക്വൽ ആണെങ്കിൽ, രണ്ട് വസ്തുക്കളുടെയും മാസ് ഈക്വൽ ആണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m1 m ആണ്, m2 m ആണ്. രണ്ടിനും ഒരേ മാസാണ്, അപ്പൊ m1ഉം m2 എല്ലാം m ആണ്. 2m2 എന്നുള്ളത് 2m എന്നാകും. m1ഉം m2ഉം m ആണ്. അപ്പൊ ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? അപ്പൊ നമുക്കറിയാം m മൈനസ് m ഇത് 0 ആയി പോകും. m മൈനസ് m 0 എന്ന് വരും. രണ്ട് ഈക്വൽ മാസ് ആണെങ്കിൽ v1ലെ ആദ്യത്തെ ടേം 0 ആയി മാറും. ഇനി രണ്ടാമത്തെ ടേം ഇത് 2m ആണ്. ഇവിടെ m പ്ലസ് m1 പ്ലസ് m2 m പ്ലസ് m ഇത് 2m ആണ്. അപ്പൊ 2m ഡിവൈഡ് ബൈ 2m ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് u2 v1 ഈസ് ഈക്വൽ ടു u2 അങ്ങനെ കിട്ടും. v1 ഈസ് ഈക്വൽ ടു u2. v1 എന്ന് പറയുന്നത് എയുടെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി, ആദ്യത്തെ ബോഡിയുടെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി രണ്ടാമത്തെ ബോഡിയുടെ തുടക്കത്തിലെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. രണ്ടാമത്തെ ബോഡിയുടെ ബിയുടെ തുടക്കത്തിലെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. എയുടെ അവസാനത്തെ വെലോസിറ്റി ബിയുടെ ആദ്യത്തെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. ഇനി v2 എന്തായിരിക്കും? v2 ഈസ് ഈക്വൽ ടു, രണ്ടിനും ഈക്വൽ മാസ് ആണ്. അപ്പൊ ഇവിടെ 2m, ഇവിടെ m പ്ലസ് m, m പ്ലസ് m 2m ആണ്. ഇതും വെട്ടിപ്പോവും. അപ്പം ഇവിടെ u1 വരും. ഇനി m2 മൈനസ് m1, ആദ്യത്തെ മാസ് m, രണ്ടാമത്തെ മാസ് m, അപ്പൊ m മൈനസ് m ഇത് 0 ആയി പോകും. m മൈനസ് m രണ്ടാമത്തെ ടേം 0 ആയി പോകും. അപ്പൊ v2 ഈസ് ഈക്വൽ ടു u1. അപ്പം ആദ്യം u1 സ്പീഡിൽ ഒരു ബോഡി, u2 സ്പീഡിൽ വേറൊരു ബോഡി ഇടി നടത്തിയ ശേഷം u1 ഒരു ആദ്യത്തെ ബോഡിയുടെ വെലോസിറ്റി v1, രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി v2. അപ്പൊ ഇടിക്കിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ ഇത് നോക്കിയാൽ മതി. v1 ഈസ് ഈക്വൽ ടു u2. ആദ്യത്തെ ബോഡിക്ക് രണ്ടാമത്തെ വെലോസിറ്റി കൊടുത്തു. ഇനി v2 ഈസ് ഈക്വൽ ടു u1. രണ്ടാമത്തെ ബോഡിക്ക് കിട്ടിയത് എന്താ? ആദ്യത്തെ വെലോസിറ്റി. ഇപ്പൊ ഇവിടെ ഒരു കൈമാറ്റം നടന്നത്. ഇടി നടന്ന സമയത്ത് ആദ്യത്തെ ബോഡി അതിന്റെ വെലോസിറ്റി രണ്ടാമത്തേന് കൊടുത്തു, രണ്ടാമത്തെ ബോഡി ആദ്യത്തേനും കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. സ്നേഹത്തോടെയുള്ള ഒരു ഇടിയാണ് അവിടെ നടന്നത്. സ്നേഹത്തോടെയുള്ള ഒരു ഇടിയാണ് അവിടെ നടന്നത്. അപ്പം ആദ്യത്തെ വസ്തുവിന് രണ്ടാമത്തെ വസ്തുവിന്റെ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി, രണ്ടാമത്തെ വസ്തുവിന് ആദ്യത്തെ വസ്തുവിന്റെ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടി. അപ്പം ഇടി നടന്നപ്പോ അപ്പൊ കൊളീഷന് ശേഷം ഒരു കൊളീഷനിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് വെലോസിറ്റീസ് ആണ് നടന്നത്. വെലോസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വസ്തുക്കളെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പം ഈക്വൽ മാസുള്ള രണ്ട് വസ്തുക്കൾ 1 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളീഷൻ നടത്തിയാൽ അവയുടെ വെലോസിറ്റി പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നർത്ഥം. ഇനി രണ്ടാമത്തെ കേസ്, 1 മാസ് m2 ഈസ് അറ്റ് റെസ്റ്റ്. m2 റെസ്റ്റിലാണെങ്കിൽ u2 0 ആണ്. ഈ ടേം മൊത്തം 0. u2 0 എന്ന് പറഞ്ഞാൽ ഈ ടേം 0. അപ്പൊ നമുക്ക് ഈ വെലോസിറ്റി കിട്ടും. v1 ഈസ് ഈക്വൽ ടു m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. തുടക്കത്തിൽ m2 റെസ്റ്റിലാണ്. v2 ഈസ് ഈക്വൽ ടു 2m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1. അങ്ങനെ കിട്ടും. ഇനി അടുത്തായിട്ട് ഇഫ് 1 മാസ് ഡൊമിനേറ്റ്സ്, ഒരു മാസ് വലുതും വേറൊന്ന് ചെറുതുമാണ്. m2 ഒത്തിരി വലുതാണ്. എങ്കിൽ m1 തീരെ കുറവാണ്. m1 ഇല്ല എന്ന് തന്നെ വെക്കാം. m2 ഒത്തിരി വലുതാണെങ്കിൽ m1 ഇല്ല എന്ന് തന്നെ വെക്കാം. m2 ഒത്തിരി വലുതാണ്.
M2 ഇത്ര ഉണ്ട്, M1 ഇത്ര ഉണ്ട്. ഒരു കൊതുക് വന്ന് നിങ്ങളെ ഇടിക്കുന്നു എന്നർത്ഥം. ഒരു കൊതുക് വന്ന് നിങ്ങളെ ഇടിക്കുന്നു, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ സ്പീഡ് എന്താവും? ഇപ്പൊ V1 ഈസ് ഈക്വൽ ടു M1 ഇല്ല, മൈനസ് M2 ഡിവൈഡ് ബൈ M2 എന്ന് പറഞ്ഞാൽ മൈനസ് വരും, -1 മൈനസ് M2 ഡിവൈഡ് ബൈ M2 -1 മൈനസ് U1. V1 ഈസ് ഈക്വൽ ടു മൈനസ് U1. V1 ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് മൈനസ് U1. ഇനി V2 എന്തായിരിക്കും നമുക്ക് നോക്കാം. M1 തീരെ ചെറുതാണ്, M1 തീരെ ചെറുതായതുകൊണ്ട് M1നെ നമുക്ക് ഏകദേശം 0 എന്നിടാം, ഒന്നുമില്ല, M1 ഇല്ല. ഇപ്പൊ 2 into 0 എന്നുള്ള രീതി വരും. ഇപ്പൊ ഈ ടൈം 0 ആവും. V2 ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് 0. ഇപ്പൊ ഒരു മാസം ഡൊമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാല് വസ്തുക്കള് പരസ്പരം വെലോസിറ്റി കൈമാറും. അത് തന്നെയല്ല V1 ഈസ് ഈക്വൽ ടു മൈനസ് U1. അടുത്ത വസ്തുവിന്റെ വെലോസിറ്റി 0 ആണ്. ഇപ്പൊ രണ്ട് വസ്തുക്കൾ സഞ്ചരിക്കുന്നു, ഒന്ന് വലുത്, ഒന്ന് തീരെ ചെറുത്. M1 ഉള്ളത് ചെറുത്, M2 എന്നുള്ളത് വലുത്. അപ്പം M2 ആണ് ഡോമിനേറ്റ് ചെയ്യുന്ന. കൊളീഷൻ നടക്കുന്നു രണ്ടും തമ്മിൽ, ഒരു വലിയ കൊളീഷൻ നടക്കുന്നു. കൊളീഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കും? ആദ്യത്തെ വസ്തുവിന്റെ രണ്ടാമത്തെ വസ്തു റെസ്റ്റിലാവും. രണ്ടാമത്തെ കൊളീഷൻ നടക്കുമ്പോൾ രണ്ടാമത്തെ വസ്തു റെസ്റ്റിലാവും. കണ്ടോ, V2 റെസ്റ്റില, V2 0 രണ്ടാമത്തെ റെസ്റ്റിലാവും. ഒന്നാമത്തെ എന്ത് സംഭവിക്കും? ഒന്നാമത്തെ കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി മൈനസ് U1 ആണ്. ഒന്നാമത്തെ ആദ്യത്തെ വെലോസിറ്റി U1 ആയിരുന്നു, ഇങ്ങോട്ടായിരുന്നു പോരുന്നത്. അപ്പൊ അതിന് മൈനസ് ആണെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും? നേരെ ഓപ്പോസിറ്റ്. ഒന്നാമത്തെ ചെറിയ വസ്തു വന്ന് ഇടിച്ചിട്ട് നേരെ തിരിച്ചു തെറിക്കും. അതാണ് മൈനസ് U1. പഴയ വെലോസിറ്റി തന്നെ തിരിച്ച് തെറിച്ചു പോകും. ഇപ്പൊ വലിയൊരു വസ്തുവിനിട്ട് ചെന്ന് ചെറിയൊരു വസ്തു ഇടിച്ചു കഴിഞ്ഞാൽ വലിയ വസ്തുവിന്റെ വെലോസിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് റെസ്റ്റിൽ തന്നെ ഇരിക്കും. റെസ്റ്റിലാണ് നമ്മൾ പറഞ്ഞത്, അത് റെസ്റ്റിൽ തന്നെ ഇരിക്കും. ചെറിയ വസ്തു നേരെ റീബൗണ്ട് ചെയ്യും ഓപ്പോസിറ്റ് ദിശയിൽ. അതുകൊണ്ട് നമ്മളാണേലും ഒത്തിരി വലിയ വസ്തുക്കൾക്കിട്ടൊന്നും പോയി ഇടിച്ചേക്കല്ല. വലിയ വസ്തുവിനൊന്നും പറ്റുന്നതെല്ലാം എന്തായിരിക്കും? ചെറിയ വസ്തുവിനായിരിക്കും എന്ന് ഈ കൊളീഷൻ വഴി ഫിസിക്സ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 dimension. നമുക്കറിയാം, ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല, മൊമെന്റവും ടോട്ടൽ എനർജിയും മാത്രമാണ് കൺസേർവ്ഡ്. എ കൊളീഷൻ ഇൻ വിച്ച് 2 particles മൂവ് ടുഗദർ ആഫ്റ്റർ കൊളീഷന് ശേഷം രണ്ട് വസ്തുക്കൾ ഒന്നിച്ച് നീങ്ങുന്നു. അതാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അതിനകത്ത് മൊമെന്റവും ടോട്ടൽ എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി മാത്രം കൺസേർവ്ഡ് ആവത്തില്ല. രണ്ട് വസ്തുക്കൾ വരുന്നു, രണ്ടും കൂട്ടിയിടിക്കുന്നു, ഇടിച്ച ശേഷം രണ്ടുപേരും ഒന്നിച്ചു പിന്നെ പോകുന്നു. ഏകദേശം ഒരു സൈസ് കല്യാണം എന്നർത്ഥം. അതാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. കൺസിഡർ എ കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഒരു ഇൻഇലാസ്റ്റിക് കൊളീഷൻ കൺസിഡർ ചെയ്യാം, പരിഗണിക്കുക. ഇൻ 1 dimension, M1 മൂവിംഗ് വിത്ത് വെലോസിറ്റി U, M2 റെസ്റ്റ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് എടുത്തേക്കണേ. രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണ്, ആദ്യത്തെ വസ്തുവാണ് U സ്പീഡിൽ സഞ്ചരിക്കുന്നത്. അതിനുശേഷം ഇടി കഴിഞ്ഞിട്ട് V is the common velocity. V ആണ് കോമൺ വെലോസിറ്റി. ഇടി കഴിഞ്ഞിട്ട് രണ്ടും ഒരുമിച്ച് പോകുമ്പോൾ ആ കോമൺ വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. അപ്പൊ ഇതിന്റെ ഒരു ചിത്രം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഫിസിക്സിൽ ചിത്രത്തിനൊക്കെ മാർക്കുണ്ട്, വരച്ച് ഇടണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് M1, ഇതിന്റെ മാസ് M1, അത് U1 സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഇത് റെസ്റ്റിലാണ് M2. U2 0. ഈ U2 0 ആയതുകൊണ്ട് ഇനി നമുക്ക് U എന്നും വിളിക്കാം. ആദ്യത്തെ സ്പീഡ് U ആയിട്ട് വേണമെങ്കിലും കൂട്ടാം. രണ്ടും ഒരു കൊളീഷൻ നടത്തിയിട്ട് രണ്ടും ഒരുമിച്ച് പിന്നെ മൂവ് ചെയ്യുന്നു. രണ്ട് വസ്തുക്കളും V സ്പീഡിൽ മൂവ് ചെയ്യുന്നു. രണ്ടിന്റെയും കൂടെ മാസ് M1 + M2 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇടി കഴിയുമ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് ഒട്ടിച്ചേരുന്നതുകൊണ്ട് രണ്ടിന്റെ മാസ് M1 + M2 ആണ്. ഇവിടെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യുന്നു. എങ്ങനെ? ആദ്യത്തെ മൊമെന്റം, കൊളീഷന് മുമ്പുള്ള ആദ്യത്തെ മൊമെന്റം, അല്ലെങ്കിൽ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റം കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റത്തിന് തുല്യമായിരിക്കും. ഇപ്പൊ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റം M1 U1, ആദ്യത്തെ മൊമെന്റം M1 U1. U ആണ് എടുത്തേക്കുന്ന സ്പീഡ്. അപ്പൊ M1 U
M1U പ്ലസ് രണ്ടാമത്തെ M2 റെസ്റ്റിലാണ്, അതിൻ്റെ സ്പീഡ് 0 ആണ്. M2 × 0 0. M1U പ്ലസ് 0 ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 ആണ് മാസ്. കൊളീഷന് ശേഷം രണ്ടും ഒട്ടിച്ചേർന്നിരിക്കുന്നു. M1 പ്ലസ് M2 ഇൻറ്റു കൊളീഷന് ശേഷമുള്ള വെലോസിറ്റി V. M1U പ്ലസ് 0 ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു V. U1 U ആണ്, ഇവിടെ നമ്മൾ U1 U ആണ്, U1 U ആണ്. അതുകൊണ്ട് ഈ ടൈം M1U ആയിട്ട് തന്നെ കൂട്ടണം. ഇത് വരുമ്പോൾ ഇവിടെ ഈ 1 ഇല്ല. M1U ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു V. അതിൽ നിന്ന് V ഈസ് ഈക്വൽ ടു M1U ഡിവൈഡ് ബൈ M1 പ്ലസ് M2. അങ്ങനെ നമുക്ക് എടുക്കാം. M1U ബൈ M1 പ്ലസ് M2 അങ്ങനെ എടുക്കാം. ഇവിടെ U എന്ന് പറഞ്ഞേക്കണോണ്ട് അല്ല, സിമ്പിളായിട്ട് തന്നെ നമുക്ക് തിരുത്തുന്നത് ഇങ്ങനെയാണ്. ഇവിടെ M1 മൂവിങ് വിത്ത് വെലോസിറ്റി U1 എന്നെടുക്കുക. U1 M1 മൂവിങ് വിത്ത് വെലോസിറ്റി U1 ആൻഡ് M2 ഈസ് അറ്റ് റെസ്റ്റ്. V ഈസ് ദ കോമൺ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വസ്തുവിന്റെ മൊമെന്റോ M1U1, രണ്ടാമത്തെ വസ്തു റെസ്റ്റിലാണ്, അതുകൊണ്ട് അതിന്റെ മൊമെന്റോ 0 ആണ്. അപ്പൊ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ M1U1 ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റോ ആഫ്റ്റർ കൊളീഷൻ, ടോട്ടൽ മാസ് കൊളീഷൻ ശേഷം M1 പ്ലസ് M2 ഇൻറ്റു B. അപ്പൊ പടം കൂടെ വരച്ചിടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് M1, അതിന്റെ സ്പീഡ് U1, ഇത് M2, അതിന്റെ സ്പീഡ് U2. തുടക്കത്തിൽ അത് 0 ആണ്. കൊളീഷൻ നടക്കുന്നു. പിന്നെ രണ്ടും കൂടെ V സ്പീഡിൽ പോകുന്നു. ഇതാണ് കൊളീഷൻ. അപ്പം M1U1 പ്ലസ് M2 M1U1 ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു V. ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം വെച്ചിട്ട് രണ്ട് കോമൺ ആയിട്ടുള്ള വെലോസിറ്റി രണ്ടോടെ ഒന്നിച്ചു പോകുമ്പോൾ ഉള്ള വെലോസിറ്റി V ഈസ് ഈക്വൽ ടു M1U1 ബൈ M1 പ്ലസ് M2. അങ്ങനെ നമുക്ക് എഴുതാം. അതാണ് കോമൺ വെലോസിറ്റി. ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഡെൽറ്റ K ഈസ് ഈക്വൽ ടു ഹാഫ് M1 M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു U സ്ക്വയർ. ഹാഫ് M1 M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു U സ്ക്വയർ. അത്രയാണ് ഈ ഇൻഇലാസ്റ്റിക് കൊളീഷനിലുണ്ടായ കൈനറ്റിക് എനർജിയിലുണ്ടായ ലോസ്. കൈനറ്റിക് എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈനൽ കൈനറ്റിക് എനർജി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈനൽ KE മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈനൽ KE മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനിഷ്യൽ KE. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈനൽ KE മൈനസ് ഇനിഷ്യൽ KE. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈനൽ KE മൈനസ് ഇനിഷ്യൽ KE. തുടക്കത്തിലെ കൈനറ്റിക് എനർജി, ഇടിക്ക് മുമ്പുള്ള കൈനറ്റിക് എനർജി, ഇടിക്ക് ശേഷമുള്ള കൈനറ്റിക് എനർജിയും കൂടെ കണ്ടുപിടിച്ച് അതിന്റെ വ്യത്യാസത്തിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുക. ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇതുവഴി ഉണ്ടായ, ഈ കൊളീഷൻ വഴി ഉണ്ടായ കൈനറ്റിക് എനർജി നഷ്ടം എന്ന് പറയുന്നത് ഡെൽറ്റ K ഈക്വൽ ടു അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് ഇതിനൊരു മൈനസ് വരും, അതുകൊണ്ടാണ് സാർ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു M1 M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു U സ്ക്വയർ. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി മൈനസ് കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ എങ്ങനെ കിട്ടും? ഹാഫ് M1 M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു U സ്ക്വയർ. അങ്ങനെ കിട്ടും. U സ്ക്വയർ U എന്നുള്ള U1 എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ U1 സ്ക്വയർ എന്ന് എഴുതാം. U എന്നുള്ള U1 എടുത്താൽ ഇത് രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ബോഡി റെസ്റ്റിലല്ല. ആദ്യത്തെ ബോഡി വെലോസിറ്റി U1, രണ്ടാമത്തെ ബോഡി വെലോസിറ്റി U2 എങ്കിൽ ഈ ഇക്വേഷൻ അല്പം വ്യത്യാസം ഉണ്ടാവും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സംഗതിക്ക് അല്പം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം കൊളീഷന് മുമ്പ് ഉള്ള മൊമെന്റം M1U1 പ്ലസ് കൊളീഷന് ശേഷം M2 U2. കൊളീഷന് മുമ്പുള്ള മൊമെന്റം, ആദ്യത്തെ മൊമെന്റം M1U1 പ്ലസ് കൊളീഷന് മുമ്പുള്ള രണ്ടാമത്തെ മൊമെന്റം M2 U2 ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു V. അങ്ങനെ കിട്ടും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെന്റം. അപ്പൊ V ഈസ് ഈക്വൽ ടു M1U1 പ്ലസ് M2 U2 ബൈ M1 പ്ലസ് M2. ഇപ്പൊ Vക്ക് ഒരു ടേം കൂടെ വരും. രണ്ടാമത്തെ മൊമെന്റം M1U1 പ്ലസ് M2 U2 ബൈ M1 പ്ലസ് M2 എന്നായിട്ട് മാറും. എപ്പം രണ്ടാമത്തെ ബോഡി റെസ്റ്റിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് തരും. രണ്ടു ബോഡി, ആദ്യത്തെ ബോഡി U1 സ്പീഡിൽ പോകുന്നു, രണ്ടാമത്തെ ബോഡി U2 സ്പീഡിൽ പോകുന്നു.
അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അനുസരിച്ച് അതിന്റെ ടോട്ടൽ മൊമെന്റം m1u1 പ്ലസ് m2u2 ഈസ് ഈക്വൽ ടു അത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ നടത്തുന്നു. അപ്പം കൊളീഷന് ശേഷമുള്ള അതിന്റെ മൊമെന്റം m1 പ്ലസ് m2 ഇൻറ്റു v. ആ കോമൺ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു m1u1 പ്ലസ് m2u2 ബൈ m1 പ്ലസ് m2. രണ്ട് വസ്തുക്കൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കോമൺ വെലോസിറ്റി കണ്ടുപിടിക്കുക. ഇനി അതിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു ഹാഫ് m1 m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 മൈനസ് u2 ഹോൾ സ്ക്വയർ. u1 സ്ക്വയറിന് പകരം u1 മൈനസ് u2 ഹോൾ സ്ക്വയറിന് വരും. u1 ഫോർമുലയ്ക്ക് അത്രയും വ്യത്യാസം വരും. അപ്പോൾ സാർ ഇവിടെ എഴുതിയിട്ടേക്കാം. നിങ്ങൾ ബുക്കിനകത്ത് കേസായിട്ട് എഴുതി, സ്പെഷ്യൽ കേസ് നോട്ടായിട്ട് എഴുതുക. നോട്ട് ഇപ്പോൾ u2 0 അല്ലെങ്കിൽ ഇവിടെ u2 0 ആണ് നമ്മൾ പറഞ്ഞത്. u2 നോട്ട് ഈക്വൽ ടു 0, രണ്ടാമത്തെ വസ്തു സഞ്ചരിക്കുകയാണ് എങ്കിൽ v ഈസ് ഈക്വൽ ടു m1 u1, കോമൺ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു m1 u1 പ്ലസ് m2 u2 m1 u1 പ്ലസ് m2 u2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 m1 പ്ലസ് m2 m1 u1 പ്ലസ് m2 u2 ബൈ m1 പ്ലസ് m2. ഇനി കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു ഹാഫ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു u സ്ക്വയറിന് പകരം u1 മൈനസ് u2 ഹോൾ സ്ക്വയർ. u1 മൈനസ് u2 ഹോൾ സ്ക്വയർ ആ രീതിയിൽ വരും. ഇനി കൊളീഷൻ 2 ഡയമെൻഷൻ, ഒരു 2 ഡയമെൻഷൻ കൊളീഷന്റെ കേസ് നമുക്ക് എടുക്കാം. ഇത് എൻ്റയർ കൊളീഷൻ ഈസ് ഇൻ ദ XY പ്ലെയിനിലാണ് കൊളീഷൻ നടക്കുന്നത്. XY കമ്പോണൻസ് ഓഫ് ഇക്വേഷൻസ് ആർ, ഈക്വേഷൻസ് ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു ഫിഗർ കാണുമ്പോൾ ഈക്വേഷൻസ് നമുക്ക് മനസ്സിലാവും. ഇതാണ് ഒരു 2 ഡയമെൻഷൻ കൊളീഷൻ. എക്സും വൈയും ഭാഗത്തേക്ക് വെലോസിറ്റിക്ക് കമ്പോണന്റ് ഉണ്ടാവും. തുടക്കം ഇങ്ങനെയാണ്, m1 വരുന്നു, m1 v1 ഹൈ സ്പീഡിൽ m1 വരുന്നു, എന്നിട്ട് m2നെ ഇടിക്കുന്നു. m2ന്റെ സ്പീഡ് v2i 0 ആണ്. v2i എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ v2i 0. m2ന്റെ സ്പീഡ് 0 ആണ്. തുടക്കത്തില് 0 ആണ്. അപ്പം ഇടിക്കുന്നു. ഇവിടം വരെയാണ് ഇത് ആദ്യത്തെ ഇടിയുടെ ആദ്യ ഘട്ടം, ബിഫോർ കൊളീഷന് മുമ്പ് ആദ്യത്തെ ബോഡി v1 ഹൈ സ്പീഡിൽ വരുന്നു. v1 ഹൈ സ്പീഡിൽ രണ്ടാമത്തെ സ്പീഡ് 0 ആണ്. m2ന്റെ സ്പീഡ് 0 ആണ്. m1 ഇങ്ങനെ വന്ന് m2നെ ഇടിക്കുന്നു. അതാണ് ചിത്രം. അങ്ങനെ ആ ഇടി കിട്ടുന്ന കാരണം m2 നേരെ ഇങ്ങോട്ട് പോരും. m2ന്റെ സ്പീഡാണ് v2f, ഫൈനൽ വെലോസിറ്റി v2f. ഇടിയും കഴിഞ്ഞിട്ട് m1 ഈ വഴിക്കും പോകും. m1ന്റെ സ്പീഡാണ് v1f. അപ്പോൾ v1 ഹൈ സ്പീഡിൽ വന്ന m1 റെസ്റ്റിലിരുന്ന m2നെ ഇടിച്ച് m1ഉം m2ഉം തെറിച്ചുപോയി, രണ്ട് വശത്തേക്ക് തെറിച്ചുപോയി. m1ന്റെ സ്പീഡ് v1f, m2ന്റെ സ്പീഡ് v2f. ഇപ്പം ഇലാസ്റ്റിക് കൊളീഷനാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിന്റെ കൈനറ്റിക് എനർജി, തുടക്കത്തിലെ കൈനറ്റിക് എനർജി ഹാഫ് m1 v1 i സ്ക്വയർ, അതാണ് കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ. ഇനി കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളീഷൻ, ഇതിന്റെ m1ന്റെ കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി ഹാഫ് m1 v1f ആണ് വെലോസിറ്റി, v1f സ്ക്വയർ, ഹാഫ് m1 v1f സ്ക്വയർ പ്ലസ് m2ന്റെ കൈനറ്റിക് എനർജി ഹാഫ് m2 v2f സ്ക്വയർ. ഇതാണ് ഇതിന് കൈനറ്റിക് എനർജി 0 ആണ്. m2ന്റെ കൈനറ്റിക് എനർജി, m2 റെസ്റ്റിലായതുകൊണ്ട് m2ന്റെ കൈനറ്റിക് എനർജി 0 ആണ്. m2 റെസ്റ്റിലാണ്, അതുകൊണ്ട് നമുക്കറിയാം m2ന്റെ കൈനറ്റിക് എനർജി 0 ആണ്. m1ന്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഹാഫ് m1 v1 i സ്ക്വയർ. ടോട്ടൽ കൈനറ്റിക് എനർജി
ബിഫോർ കൊളീഷൻ ഹാഫ് m1 v1i സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് m1 v1f സ്ക്വയർ. കൊളീഷന് ശേഷമുള്ള ആദ്യത്തെ വസ്തുവിന്റെ കൈനറ്റിക് എനർജി പ്ലസ് ഹാഫ് m2 v2f സ്ക്വയർ കൊളീഷന് ശേഷമുള്ള രണ്ടാമത്തെ വസ്തുവിന്റെ കൈനറ്റിക് എനർജി. ഇപ്പൊ കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൊളീഷന് മുമ്പുള്ള കൈനറ്റിക് എനർജി. അതുകൊണ്ട് ഇത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇത് കൈനറ്റിക് എനർജി ഇക്വേഷൻ. കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ ഇക്വേഷൻ ആണിത് 2 ഡയമെൻഷണൽ മോഷനിൽ. ഇനി മൊമെന്റത്തിന്റെ കൺസർവേഷൻ ഇക്വേഷൻ നമുക്ക് നോക്കാം. മൊമെന്റത്തിന്റെ കൺസർവേഷൻ ഇക്വേഷനിൽ m1 എക്സ് ആക്സിസ് കൂടെ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇനിഷ്യൽ മൊമെന്റം എക്സ് ആക്സിസ് കൂടെ ഇനിഷ്യൽ മൊമെന്റം m1 v1i ആണ്. ഇനി രണ്ടാമത്തെ കൊളീഷന് ശേഷമുള്ള സീൻ നമുക്ക് നോക്കാം. അപ്പം 2 ഡയമെൻഷനിലായിട്ടാണ് വസ്തുക്കൾ പോവുക. ഒരു പ്ലെയിനിലൂടെയാണ് രണ്ട് വസ്തുക്കളും ചലിക്കുക. അപ്പൊ അതിന് എക്സ് കമ്പോണന്റ് ഓഫ് മൊമെന്റം ഉണ്ട്, വൈ കമ്പോണന്റ് ഓഫ് മൊമെന്റം ഉണ്ട്. അതറിയാൻ വേണ്ടി നമ്മൾ ഇതിന്റെ വെലോസിറ്റിയെ രണ്ടായിട്ട് തിരിക്കുന്നു. അതിൽ v1f നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇതിലെ ഈ ആംഗിൾ θ1 ആണ്. ഇത് θ1 ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. θ1 ആണ് ഈ ആംഗിൾ. അപ്പൊ v1ന്റെ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് v1f cos θ. അപ്പൊ v1 എന്ന് പറഞ്ഞാൽ m1ന്റെ വെലോസിറ്റി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. v1f cos θ1 ഇതുവഴിക്കാണ്. അപ്പം അതിന്റെ മാസ് m1 ആണ്. അപ്പം എക്സ് ആക്സിസിൽ കൂടെയുള്ള m1 എന്ന് പറയുന്ന മാസുള്ള വസ്തുവിന്റെ മൊമെന്റം എന്ന് പറഞ്ഞാൽ m1 v1f cos θ1. ഇനി വൈ ആക്സിസിൽ കൂടെയുള്ള അതിന്റെ വെലോസിറ്റി ഈ v1fന്റെ കമ്പോണന്റ് വൈ ആക്സിസിൽ കൂടെയുള്ള v1fന്റെ കമ്പോണന്റ് v1f sin θ ആണ്. നമുക്കറിയാം ഒരു കമ്പോണന്റ് v1f cos θ ആണെങ്കിൽ രണ്ടാമത്തെ കമ്പോണന്റ് v1f sin θ ആണ്. അപ്പൊ ഇതിലെ v1f sin θ ആണ് എക്സ് കമ്പോണന്റ് ഓഫ് മൊമെന്റം. v1f sin θ ഇതിന്റെ മാസ് m1 ആണ്. അപ്പം m1ന്റെ കൊളീഷന് ശേഷമുള്ള വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി m1 v1f sin θ. കാരണം ഇതിന്റെ വെലോസിറ്റി v1f sin θ ആണ്. ഇവിടെ നമ്മൾ ചെയ്തത് v1f രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് എക്സിൽ കൂടെയുള്ള v1f cos θ1 പിന്നെ വൈ കൂടെയുള്ള v1f sin θ1 എന്നുണ്ട്. ഇപ്പൊ എക്സിൽ കൂടെയുള്ള അതിന്റെ മൊമെന്റം m1ന്റെ കൊളീഷന് ശേഷമുള്ള മൊമെന്റം m1 v1f cos θ1. വൈ കൂടെയുള്ള m1ന്റെ മൊമെന്റം m1 v1f sin θ1. അങ്ങനെയാണ് m1ന്റെ മൊമെന്റം. ഇനി കൊളീഷന് ശേഷമുള്ള m2ന്റെ മൊമെന്റം, m2ന്റെ വെലോസിറ്റി v2f ആണ്. ആ v2f നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇത് θ2 അത് θ2 ആണ്. നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും θ2 ആണ്. ഇത് v2f cos θ2. ഈ വെലോസിറ്റി v2f cos θ2 താഴോട്ട് v2f sin θ2. അപ്പൊ m2ന്റെ എക്സ് ദിശയിലുള്ള മൊമെന്റം ആണ് m2 v2f cos θ2. m2 v2f cos θ2 ആണ് m2ന്റെ കൊളീഷന് ശേഷമുള്ള എക്സ് കമ്പോണന്റ് ഓഫ് മൊമെന്റം. ഇനി വൈ കമ്പോണന്റ് ഓഫ് മൊമെന്റം എന്തായിരിക്കും? വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി m2ന്റെ v2f sin θ2 ആണ്. m2ന്റെ മാസ് m2 തന്നെ. m2 ഇൻറ്റു അതിന്റെ വെലോസിറ്റി വൈ ദിശയിലുള്ള വെലോസിറ്റി v2f sin θ2. v2f sin θ2 അപ്പം v2f sin θ2 ആണ് m2ന്റെ വൈ ദിശയിലുള്ള മൊമെന്റം. ഇപ്പൊ 2 ഡയമെൻഷണൽ മോഷനെ നമുക്കറിയാം. നമുക്ക് 1 ഡയമെൻഷണൽ മോഷൻ ആയിട്ട് എഴുതാം. അതുകൊണ്ട് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആദ്യമേ എടുക്കാം. എക്സ് ആക്സിസിലൂടെയുള്ള മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. എക്സ് ആക്സിസിൽ കൂടെയാണ് m1 ആദ്യം മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി m1 v1i is equal to എക്സിൽ കൂടെ രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് m1ന്റെ കൊളീഷന് ശേഷമുള്ള മൊമെന്റം m1 v1f cos θ1 പ്ലസ് m2ന്റെ എക്സ് ദിശയിലുള്ള മൊമെന്റം കൊളീഷന് ശേഷം m2 v2f cos θ2.
ഇനി വൈ ദിശയിലുള്ള മൊമെന്റം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനിഷ്യൽ മൊമെന്റം ഇല്ല, വൈ ദിശയിൽ മോഷൻ ഇല്ല, കാരണം M1 എക്സ് ദിശയിൽ തന്നെയാണ് പോരുന്നത്. M2 റെസ്റ്റിൽ വരുന്നു. അതുകൊണ്ട് വൈ ദിശയില് തുടക്കത്തില് വൈ ദിശയില് മൊമെന്റം ഇല്ല. Py 0 ആണ്. Py I ഇനിഷ്യൽ മൊമെന്റം 0 ആണ്. തുടക്കത്തിൽ വൈ ദിശയിൽ ഒന്നും പോകുന്നില്ല. ഇവിടെ M1 ഇല്ല, M2 ഇല്ല. M1 നും M2 നും വൈ ദിശ വെലോസിറ്റിയേ ഇല്ല. അതുകൊണ്ട് 0 ആണ് ഇവിടെ. വൈ ദിശയില് ഇനിഷ്യൽ മൊമെന്റം 0 ആണ്. 0 ഈസ് ഈക്വൽ ടു നമുക്കറിയാം വൈ ദിശയില് M1 ന്റെ മൊമെന്റം എന്ന് പറയുന്നത് മുകളിലേക്കാണ്. M1 v1 sin θ1 അത് പ്ലസ്. ഇനി M2 ന്റെ മൊമെന്റം, M2 താഴേക്കാണ് വരുന്നത്, വെലോസിറ്റി താഴേക്കാണ്. അതുകൊണ്ട് വെർട്ടിക്കൽ ഫൈനൽ വെലോസിറ്റി, M2 ന്റെ വെർട്ടിക്കൽ ഫൈനൽ വെലോസിറ്റി M2 v2 sin θ2 അത് നെഗറ്റീവ് വൈ ദിശയിലാണ്. അതുകൊണ്ട് മൈനസ് M2 v2 sin θ2. ഇപ്പൊ എക്സ് കമ്പോണന്റ് ഓഫ് മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ ഇൻ 2 dimension M1 v1i is equal to M1 v1f cos θ1 plus M2 v2f cos θ2. ഇനി വൈ ദിശയിലുള്ള മൊമെന്റം കൺസർവേഷന്റെ ഇക്വേഷന് 0 is equal to ഇനിഷ്യൽ മൊമെന്റം, വൈ ദിശയിൽ M1 M2 മൂവ് ചെയ്യുന്നില്ല, ആ ദിശ വെലോസിറ്റി ഇല്ല, അതുകൊണ്ടാണ് മൊമെന്റം 0 വന്നത്. 0 is equal to M1 v1f sin θ1 minus M2 v2f sin θ2. ഇനി കൈനറ്റിക് എനർജി ഹാഫ് M1 v1i സ്ക്വയർ is equal to ഹാഫ് M1 v1f സ്ക്വയർ പ്ലസ് ഹാഫ് M2 v2f സ്ക്വയർ. ഇത് കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ ഇക്വേഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് 2 dimensionൽ. അതുകൊണ്ട് കൈനറ്റിക് എനർജിയുടെ കൺസർവേഷൻ ഇക്വേഷൻ ഇതാണ്. ഹാഫ് M1 v1i സ്ക്വയർ തുടക്കത്തിലെ മൊമെന്റ് ടോട്ടൽ കൈനറ്റിക് എനർജി is equal to ഹാഫ് M1 v1f സ്ക്വയർ. ആദ്യത്തെ വസ്തുവിന്റെ കൊളീഷന് ശേഷമുള്ള കൈനറ്റിക് എനർജി പ്ലസ് ഹാഫ് M2 v2f സ്ക്വയർ കൊളീഷന് ശേഷമുള്ള രണ്ടാമത്തെ വസ്തുവിന്റെ കൈനറ്റിക് എനർജി. അപ്പൊ ഇതാണ് കൊളീഷൻ ഇൻ 2 dimension എന്ന് പറയുക. കൊളീഷൻ ഇൻ 2 dimensionൽ നമ്മൾ മൊമെന്റത്തിന്റെ കമ്പോണന്റ് ആക്കി തിരിച്ച് എക്സിൽ കൂടെയുള്ള മൊമെന്റോ വൈ കൂടെയുള്ള മൊമെന്റോ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം വരുമ്പോൾ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും മൊമെന്റം കൂട്ടുമ്പോൾ നമുക്ക് ശരിക്കുള്ള മൊമെന്റം കിട്ടും. ഇപ്പൊ 2 dimensional മോഷൻ നമുക്കറിയാം. 2 dimensional മോഷൻ നമുക്ക് 1 dimensional മോഷന്റെ ഒരു സം ആയിട്ട് എഴുതാം.